എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിലേക്ക്. നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശരത് സർ, ചിത്ര ചേച്ചി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രൂമർ രാജേഷ് സാർ, നമസ്കാരം. കൊച്ചു ഗായകരുടെ വേദിയിൽ ഇതുവരെ സംഭവിക്കാത്ത വിധിയെഴുത്തിന്റെ സംഗീത നിമിഷം. ഈ ഒരു പ്രോസസ്സാണ് ഏറ്റവും പ്രയാസം. ഈ തലനാരിഴ എന്നൊക്കെ പറയുന്നത് അപ്പം ആ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. 12 കുരുന്ന് ഗായകർ നേർക്കുനേർ പോരാടുന്ന നോക്കൌട്ട് റൗണ്ട്. സംഗീതയാത്രയിൽ പാട്ടിന്റെ വിസ്മയം തീർക്കാൻ ഇനി നമ്മോടൊപ്പം ആരില്ല. ഇന്നാണെങ്കിൽ സ്വരാജൻ എന്തായിരിക്കും? സന്തോഷമുണ്ട്, എല്ലാവരും കൂടെ കളിച്ചു നടക്കാം. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൽ നോക്കൌട്ട് റൗണ്ടിൽ അഖിലും സ്വാതിയും പാടി മത്സരിച്ചു. അതിൽ സ്വാതി ഇനി നമ്മോടൊപ്പം കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൻ്റെ മത്സരത്തിൽ മുന്നോട്ടുണ്ടാകും. അടുത്ത 2 പേർ ആരൊക്കെയാണ് ചേച്ചി? നമ്മുടെ ശിവാനിക്കുട്ടി സാർ. രണ്ടാമത്തെ ആള് ഭാവന. എല്ലാവരും ഞെട്ടണം, ലോകം മുഴുവൻ ഞെട്ടി വിറയ്ക്കണം നിങ്ങളുടെ പാട്ടിന് മുമ്പിൽ. ശരത്തങ്ങളിൽ അതേ പറയാനുള്ളൂ. ലവ് യു. ചിത്ര ചേച്ചി, ചക്കരകൾ വരൂ. ഒരാളൊരു പിങ്ക് ഫ്രോക്കും പീച്ച് ഫ്രോക്കും ഒരാൾ റെഡ് ഫ്രോക്കും ഇട്ടങ്ങ് നിൽക്കുകയാണ് രണ്ടും കൂടെ. ചേച്ചി, ആരാണ് ആദ്യം പാടാൻ പോകുന്നത്? റെഡ്, ലേഡി ഇൻ റെഡ്. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൻ്റെ നോക്കൌട്ട് റൗണ്ടിൽ ഭാവനയും ശിവാനിയും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായി എത്തുന്നു ലേഡി ഇൻ റെഡ്, ശിവാനിക്കുട്ടി. നമുക്ക് ലേഡി ഇൻ റെഡ് എന്നുള്ളത് മാറ്റി ബേബി ഇൻ റെഡ് എന്നാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ബേബി ഇൻ റെഡ് ശിവാനി. മോളെ ശ്വാസമൊക്കെ എടുത്ത് പാടുമ്പോൾ ഇത് അവിടെ നോക്കൗട്ടല്ലേ. ഈ ഒരു സോണിൽ ഇങ്ങനെ നിന്നിട്ട് മോള് ശ്വാസം എടുക്കാണ്ട് നല്ല ബ്രത്ത് എടുത്തിട്ട് പാടണം. കാര്യം നമ്മൾ കുട്ടികളുടെ അടുത്ത് എല്ലാവരും കൂടെ പറയണം, മോളങ്ങനെ ശ്വാസമൊക്കെ എടുത്ത് പാട്. ചക്കരെ പാടോ, ഇടിവട്ടായിട്ട് പാടണം കേട്ടോ. ഇപ്പം ചിത്രാൻ്റെയും പറയുന്നത് ശ്വാസം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മുറിക്കുന്നു. അങ്ങനെ മുറിക്കരുത് കേട്ടോ. ഉഗ്രമായിട്ട് പാടണം മോള്. എന്നാലും ഞങ്ങളുടെ ചക്കരയല്ലാടാ നീ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോള്. ഇനി പാടിക്കോ.
അങ്കിളിൻ്റെ ആൻറ്റിക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇന്നൊരു കാര്യം കണ്ടില്ലല്ലോ. എന്തായിരിക്കും? വൃത്തിയിട്ടില്ല. ബ്രത്ത് കിട്ടാത്തൊക്കെ പോട്ടെ, എപ്പോഴും കാണിക്കുന്ന ഒരു കാര്യം ഒന്നും കാണിച്ചില്ലല്ലോ. എന്തായിരുന്നു? ആ, ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, തെറ്റുമ്പോൾ എവിടെയെങ്കിലും അത് വരുമോ. അത് പക്ഷേ വന്നേ ഇല്ല ഇന്ന്. ആൻറ്റി വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. ശിവാനിക്കുട്ടി ആൻറ്റി എപ്പോഴും പറയണ പോലെ നമുക്ക് ശ്വാസം, അതിന് ലങ് എക്സസൈസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ശബ്ദത്തിലെ കരകരപ്പ്, അതും ആൻറ്റി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ചെയ്യണം, അത് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ചരണത്തിൻ്റെ മോൾ ഒരു ലൈൻ മോളുടെ സ്വന്തം ട്യൂൺ പാടിപ്പോയി. കൂട്ടുകാരറിഞ്ഞില്ല, അതാണ് അത് ഫാസ്റ്റാക്കി പറഞ്ഞു, അങ്ങനെയല്ല കേട്ടോ. അതുപോലെ ശോഷന പുഷ്പങ്ങൾ ചൂടിച്ചു, പുഷ്പങ്ങൾ ചൂടിച്ചു, പുഷ്പങ്ങൾ അല്ല, പുഷ്പങ്ങൾ ചൂടിച്ചു. കുറച്ച് അത് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് മോള് കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഒരു മിനിറ്റ്. I love you. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു വേണോ പൂക്കാര. കദളി കൺകദളി I love you. താങ്ക് യു. Me too എന്ന് പറയണം. 2 2 3 4 5 6 7 8 സെയിം 2. എനിക്ക് മതിയായി മോളെ. ഞാനത് കേൾക്കാൻ വേണ്ടി അവിടെ വരെ വന്ന് കേട്ടോ. മോള് നിൽക്കുന്നതും പിന്നെ എനിക്ക് വലിയ വിഷമമായിപ്പോയി. മോള് കണ്ണടിച്ചില്ല. സാധാരണ നിനക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ നീ കണ്ണടിക്കുന്നതാണ്. ഇത് ലിറിക്കൊക്കെ മറന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടും മോൾക്ക് കണ്ണടിക്കാൻ തോന്നുന്നില്ല. എന്ത് പറ്റി? പറയൂ കുഞ്ഞെ, പറയൂ. വന്നില്ലെന്നോ? പക്ഷെ അത് ശരത്തങ്ങളിൽ വിഷമായി. ഇപ്പം എന്താ മോളെന്താ പറഞ്ഞ? യൂട്യൂബ് എന്നോ? എന്താണ്? സെയിം ടു. ഓക്കെ, ഇനി ഞാനത് പഠിച്ചു വെക്കണം. ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാം. പിന്നെ മേലെ അവരെൻ്റെ അടുത്ത് പറയത്തില്ലല്ലോ. മോളെ ചക്കരെ, മുമ്പേ അങ്കിളിങ്ങനെ നിർത്താൻ പറഞ്ഞത് ചിത്രാൻ്റെ എല്ലാം നമ്മൾ ശ്വാസം കണ്ടമാനം മുറിക്കരുത്, അത് പറഞ്ഞുകൊണ്ടാണ് നിർത്തിച്ചേട്ടോ. മോളത് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ട്യൂണൊക്കെ വേറെ കുറച്ച് ട്യൂണൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി പാടി ചക്കര കേട്ടോ. ചരിത്രങ്ങൾ അതൊക്കെ ഇഷ്ടമായി. കുഞ്ഞുങ്ങൾ എന്ത് പാടിയാലും എനിക്കിഷ്ടമാണ്. പിന്നെ മോഡ് നോക്കി എൻ്റെ കമ്പോസറിന് നമ്മളൊരു വാല്യൂ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ അത് തന്നെ പാടണം കൃത്യമായിട്ട് കേട്ടോ മോളെ. കേട്ടോടാ ചക്കരേ. ഒരു എന്താ പറയുക, മോള് പാടിയതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അതിനൊരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഒരു കഥ മോള് പറഞ്ഞു തന്ന പോലെ ഇരുന്നു. ഞാനിങ്ങനെ എന്താ പറയണ്ടേ, മോടെ മടിയിൽ ഇങ്ങനെ കിടന്ന് ശരത്തങ്ങൾ ഉറങ്ങുമായിരുന്നു. അത്രയ്ക്ക് വയ്യ എനിക്ക് കേട്ടാ. ഓൾ ദി ബെസ്റ്റ് മോളെ. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൽ നോക്കൌട്ട് റൗണ്ടിൽ ഭാവനയും ശിവാനിയും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ശിവാനിയുടെ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഊഴം ഭാവനക്കുട്ടിയുടേതാണ്. ഇത് എല്ലാവർക്കും അറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എല്ലാം മറന്ന് കുഞ്ഞുങ്ങൾ പാടുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഭാവന. ശരത്ത്, എന്താ മോളെ, സുഖമാണോ? അതെ. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ എക്സ്പ്രഷൻ? അങ്ങനെയാണോ? മോളെന്ത് ഗുസ്തി പിടിക്കാൻ വന്നേക്കാണോ? പിന്നെ അതെന്ത് പാട്ടിലൂടെ ഗുസ്തി?
ഒരു മ്യൂസിക്കൽ ഗോതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണിത്. മോളാരെയാ കൂടെ പാടിയത്? ശിവാനി. ഓ, 2 പീക്രികളാണ്. പീക്രികൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പം 2 പേരും നമ്മുടെ എന്താ പറയുന്നത്, ഞങ്ങളുടെയും ഈ ജനങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന 2 മത്സരാർത്ഥികളാണ് നിങ്ങൾ. മോള് ഉഗ്രമായിട്ട് പാടുക, അടിച്ച് പൊളിച്ച് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഭാവനക്കുട്ടാ, എന്ത്? ആ ശരത്തങ്കിൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു? തിരിച്ച് ചോദിക്കണ്ടേ? അങ്കിളിന് സുഖമാണോ എന്ന് ചോദിക്കണ്ടേ? സുഖാണെങ്കിൽ അസുഖമാണോ എന്ന് സുഖാണ്. നസീർ സാറ് ചോദിക്കുന്നവർ അസുഖമാണോ എന്ന് ചോദിക്കരുത് കേട്ടോ. കോൾഡൊക്കെ മാറിയോ? കോൾഡൊക്കെ മാറിയോ? ഇല്ല. മോൾ ഏത് പാട്ടാ പാടാൻ പോണേ? 10 വെളുപ്പിന്. 10 വെളുപ്പിന്. പറഞ്ഞ പോലെ മത്സരം എന്താ പറയണ്ടേ, അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. എല്ലാവരും ടെൻഷനിലാണ്. നിങ്ങൾ ആര് പോയാലും ഞങ്ങൾക്ക് സങ്കടമാണ്. കാരണം അത്രത്തോളം നിങ്ങളുമായിട്ടങ്ങ് അടുത്തു. അതുകൊണ്ട് മോള് നന്നായി പാടൂ. എന്താ പറയണ്ടത്, എനിക്ക് 2 ഞങ്ങളുടെ ഡാർലിങ് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ 2 പേരും. ശരി, എന്തായാലും നന്നായിട്ട് പാടാൻ ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു തുണ മോളുടെ കൂടെ ഉണ്ടാവട്ടെ. നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മത്സരിക്കുന്ന 2 പേരും ഇവിടുത്തെ ഏറ്റവും വലിയ കുറുമ്പികളാണ്. ഒരാൾ ശരത് സാറിനെ കണ്ടു കഴിഞ്ഞാൽ വയറി കുത്തിയിട്ട് പോകുന്ന ആളും അടുത്ത ആൾ ചടി ഉമ്മ കൊടുക്കുന്ന ആളുമാണ്. എന്തായാലും ഒരാളിനല്ലേ ഫൈനൽ, ഒരാളല്ലേ വരാൻ പറ്റൂ. അതിൻ്റെ ഒരു ടെൻഷനിലാണ് എല്ലാവരും. അതിൻ്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ടെൻഷൻ പാട്ടിൽ കാണിക്കരുത്. പാട്ട് പാടുമ്പോൾ എപ്പോഴും പാടുന്ന പോലെ ചിരിച്ച് നന്നായി പാടുക, നന്നായിട്ട് പാടണം. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. കുട്ടിയായിട്ട് എല്ലാം മറന്ന് പാടണം. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയർ നോക്കൌട്ട് റൗണ്ടിൽ മത്സരിക്കാനെത്തുന്നു നമ്മുടെ ഭാവനക്കുട്ടി. കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്.
താങ്ക് യു. ബ്രാൻഡി ശരത്തങ്കലിൻ്റെ പാട്ടിട്ടോ? ഇഷ്ടപ്പെട്ടോ? പാട്ടിട്ടു. പാട്ട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. മോള് നന്നായി പാടി. താങ്ക് യു ആൻറ്റി. ആകെ എനിക്ക് തോന്നിയതാ കസ്തൂരി മുല്ലയ്ക്ക് അതൊരെണ്ണം, പിന്നെ ഇടയ്ക്കത്തെ ഒരു പല്ലവിയിൽ കാതുകുത്ത് അതൊരെണ്ണം മോള് വിട്ടുപോയി. അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായി പാടി കേട്ടോ. ആ കുഞ്ഞു ശബ്ദത്തിൽ കൂടെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ആൻറ്റി. മോളു നന്നായിട്ട് പാടിയടാ. താങ്ക് യു ആൻറ്റി. എനിക്ക് എല്ലാം ഇഷ്ടമായി മോള് പാടിയത്. അതിനകത്തൊരു എന്താ പറയണ്ട, ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു പാടിയതിൽ. കുറേ ഇഷ്ടമുള്ള പാട്ടാണ്. മോള് നന്നായിട്ട് പാടിയടാ. ഓൾ ദി ബെസ്റ്റ്. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൽ നോക്കൌട്ട് റൗണ്ടിൽ ശിവാനിയും ഭാവനയും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവാനിയും പാടി, ഭാവനയും പാടി. ശിവാനി. രാജേഷ് സർ, ശിവാനിക്കുട്ടിയും പാടി, ഭാവനയും പാടി. എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ്? രണ്ടുപേരും കാഴ്ചയിൽ വളരെ ചെറുതാണെങ്കിലും ഉള്ളിലുള്ള സംഗീതം വളരെ വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അത്ര മനോഹരമായിട്ടാണ് രണ്ടുപേരും പാടിയത്. ഇനിയും നമുക്ക് വിധിക്കായിട്ട് ചിത്ര ചേച്ചിയുടെ അടുത്തും ശരത് സാറിൻ്റെ അടുത്തും ചോദിക്കാം. അല്ലാതെ രണ്ടും നമ്മുടെ ചക്കരക്കുടങ്ങളാണ് രണ്ടുപേരും. അയ്യോ, ഞാൻ എന്ത് ചെയ്യും ദൈവമേ. മോളെ നിവർത്തിയില്ലല്ലോ. എനിക്കൊരു മാർക്ക് എഴുതി കൊടുത്തല്ലേ പറ്റൂ. ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞോളൂ. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ പാരൻസിനെ കൂടി ക്ഷണിക്കുന്നു. ശിവാനിയും ഭാവനയും ഈ വേദി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരൻസിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതുവരെയുള്ള ഇവരുടെ യാത്ര എങ്ങനെയായിരുന്നു? എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ഫൈനൽ ഓഡീഷന് കഥളി പല്ലവി അനുപല്ലവി പഠിപ്പിക്കാൻ തന്നെ ഒരു 2 ആഴ്ച എടുത്ത്. പക്ഷേ ഇവിടെ വന്നിട്ട് കിട്ടുന്ന പാട്ട് പോലും ലിറിക്സ് തെറ്റാതെ 4, 5 ഒക്കെ പാട്ട് പഠിക്കാൻ അത്രയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയി. ഭാവനയുടെ അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ എത്താൻ പറ്റി. അതുപോലെ തന്നെ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി. പിന്നെ ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ജഡ്ജസിന് മുമ്പിൽ എൻ്റെ മോൾക്ക് ഒരുപാട് സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. അതൊക്കെ വളരെ വലിയ കാര്യമാണ്. പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ മോൾക്ക് നല്ലൊരു അധ്യാപകനെ കൊടുക്കാനോ അതുപോലെ പാട്ട് പഠിപ്പിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മോൾ തന്നെ പഠിച്ച് പാടുന്നു, അതിന് കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്ന പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആണ് ഇതുവരെ എത്തിയത്. ഇനി നന്നായിട്ട് പഠിപ്പിക്കണമെന്നുണ്ട് ഇനിയിപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഇതുവരെ എത്തിയതിൽ വളരെ സന്തോഷം. പിന്നെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് മോൾക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ സ്കൂളുകളിലെ മത്സരങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിലും പ്രൈസൊന്നും കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല കുട്ടിക്ക്. അപ്പോൾ ഇത് ഒരു നല്ലൊരു പാഠമായിരിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത് നല്ലൊരു പാഠമായിരിക്കട്ടെ. ഇങ്ങനെ ഉള്ള വേദികളിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ കുട്ടികൾ പഠിച്ചു വളരുകയുള്ളൂ, മനസ്സിലാക്കി വളരുകയുള്ളൂ. അത് നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോളോ, നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷന് 2ോ 3ോ ആയിപ്പോയെന്ന് വെച്ചാൽ ജീവിതം തീർന്നു അവിടെ. ഇത് പറയൂ ഭാവന, അതിലെന്താ മോക്ക് ഇത്ര സങ്കടം വരാൻ എന്താ ഉള്ളത് പറയൂ. ചിത്രാൻ്റെ എത്ര കോമ്പറ്റീഷൻ ഒരു പ്രൈസ് പോലും കിട്ടാണ്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? അതൊന്നും സാരമില്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയണ്ടേ, നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ ആ നിമിഷം നമ്മുടെ കഴിവ് മാത്രമല്ല, ആ സമയത്തൊരു ദൈവ കടാക്ഷവും നമ്മുടെ ഭാഗ്യവും ആ നേരത്തെ നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതല്ലേ വലിയ കാര്യം. ഒരു കോമ്പറ്റീഷന് ഏറ്റവും നന്നായിട്ട് പാടുന്നപ്പം ലോകത്തെ ഏറ്റവും വലിയൊരു പാട്ടുകാരന് പോലും ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഒരു ചെറിയ ഫ്ലോ ഒക്കെ പറ്റാം.
അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എപ്പോഴും നമ്മളെ ഭാഗ്യം തുണച്ചോണമെന്നില്ലല്ലോ മോളെ, അതങ്ങനെ വിചാരിക്കണം. നിങ്ങൾ രണ്ടുപേരും ശിവാനിയും അതെ ഭാവനയും അതെ, അതൊന്നും എല്ലാവരും കുട്ടികളും നിങ്ങൾ എല്ലാവർക്കുമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ട് വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് നമ്മളവിടെ പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ നാളെ നമുക്ക് കുറ്റബോധം തോന്നരുത്, ദൈവം എനിക്ക് ഇത്രയൊരു അവസരം കിട്ടിയിട്ട് ഞാനത് ശരിയായിട്ട് ഉപയോഗിച്ചില്ലല്ലോ എന്ന് മോക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പാട്ട് പഠിച്ച് വന്ന് ഇവിടെ പാടുക. ബാക്കിയെല്ലാം ദൈവത്തിന്. ഇപ്പോൾ എന്താ പറയണ്ട, ഒരു കോമ്പറ്റീഷന് സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ ഒരു പ്രൈസും കിട്ടാണ്ട് വന്നാൽ ആരും ഒന്നും പറയില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെയും നിങ്ങൾക്ക് പഠിക്കാൻ അവസരമാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊന്നും കരയരുത് കേട്ടോ, ഒരിക്കലും കരയരുത്. കുഞ്ഞുങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. കരയില്ല എന്ന് പ്രോമിസ് ചെയ്യൂ ശിവാനി. അതെ, ഓക്കെ, അതാണ് നല്ല കുട്ടികൾ കേട്ടോ. അമ്മ മക്കളെ, നിങ്ങളെന്തിനാ കരയുന്ന? നിങ്ങളെക്കാളും കൂടുതൽ കരയേണ്ടത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയണ്ടേ, ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഞങ്ങളല്ലേ. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾക്ക് എന്താ അറിയാം? അമ്മ വിളിച്ച് ഇഡ്ഡലി തന്നാൽ തിന്നും, പോയി കിടന്ന് ഉറങ്ങും കൊച്ചേ എന്ന് പറഞ്ഞാൽ പോയി കിടന്നുറങ്ങും. ഇത് വേറൊരാൾ പറഞ്ഞ് ചെയ്യുന്ന പ്രായമാണ് നിങ്ങൾക്ക്. ഞങ്ങൾക്ക് അതല്ലല്ലോ. നമ്മൾ വിശക്കുമ്പോൾ പോയി എടുത്ത് തിന്നും, നമുക്ക് തോന്നിയ മാസം പോലെ ജീവിക്കും, ഇഷ്ടമുള്ളപ്പം പോയി കിടന്ന് ഉറങ്ങും അല്ലേ. അപ്പോൾ അത്രയും വളർന്നു എന്ന് പറഞ്ഞാൽ വയസ്സിൻ്റെ കാര്യത്തിൽ. വേറെ ഒന്നും ഞാൻ വളർന്നിട്ടില്ല കേട്ടോ, ചേച്ചി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ രണ്ടുപേരും നല്ല രസമായിട്ട് തന്നെ പാടി. പിന്നെ എന്താ പറയേണ്ടത്, ചേച്ചി പറഞ്ഞ പോലെ ഈ ദൈവാധീനം ചിലപ്പോൾ നമുക്ക് ദൈവം എന്നാൽ ഒന്ന് കണ്ണടച്ച് കളയാമെന്ന് അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ദൈവത്തിനും ഇഷ്ടമാണ്. പിന്നെ ഈ കുറുപ്പിക്ക് ഒരിച്ചിരി ഒരു നുള്ളു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ പറ്റുന്നത്, അത്രേ ഉള്ളൂ. അല്ല ഒരു കോമ്പറ്റീവ് റിയാലിറ്റി ഷോയിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കാര്യവുമില്ല, യാതൊരു കാര്യവുമില്ല. എന്തായാലും ഇന്നാവുകയാണെങ്കിലും ഔട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം. ശിവാനിക്കുട്ടിയാണെങ്കിൽ ഭാവന, എന്താണ് ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത്? ഫ്രണ്ട്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞവർ തന്നെ ശരത്തങ്ങളുടെയും ചിത്രേൻ്റെ സ്നേഹം കിട്ടിയത് ഭയങ്കര കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ പറയാനുണ്ട് ഫ്രണ്ട്സിനോട്, എല്ലാവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇവിടെ വരെ എത്തിയില്ലേ ശിവാനിക്കുട്ടി, ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടില്ലേ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും? എന്താ പറയാനുള്ളത്? വിഷമം ഉണ്ട്. ഇതൊരു അവസാനം അല്ല എന്ന് ശരത് സാറ് പറഞ്ഞില്ലേ. ഇനി ഒരുപാട് വേദി കിടക്കില്ല ശിവാനി, ഇത്രയല്ലേ ഉള്ളൂ. ഇനി ഇത്ര വളരണ്ടേ? എത്ര സ്റ്റേജ് കയറാനുണ്ട്? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കണ്ടസ്റ്റൻസിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചേച്ചി. അജ്ജോ, ഇപ്പൊ ബാക്കിയുള്ളവരെന്താ ഇഷ്ടമല്ലാത്ത? ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ ഇഷ്ടം ഗോപിക ചേച്ചിക്കാണ്. കരയരുത് ശിവാനി, കരയില്ല കേട്ടോ. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയർ നോക്കൌട്ട് റൗണ്ടിൽ 2 കുസൃതി കുടുക്കകൾ പാടി തകർത്തു. ശിവാനി ആണെങ്കിലും ഭാവനയാണെങ്കിലും നന്നായി പാടി. നേരെ വ്യത്യാസത്തിലാണ്, വളരെ ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രമാണ് ഒരാൾ ഇന്നായിരിക്കുകയാണ്. ശിവാനിയും ഭാവനയും ആ ഒരു സ്പിരിറ്റിലെടുക്കുക, അത് വാക്ക് തരണം. കരയരുത് രണ്ടുപേരും. എനിക്ക് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കരേശൻ. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയർ നോക്കൌട്ട് റൗണ്ടിൽ 2 പേർ പാടി തകർത്തു. അതിൽ നേരിയ വ്യത്യാസത്തിൽ
അപ്പോൾ ശിവാനിയും ഭാവനയും ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക, അത് വാക്ക് തരണം, കരയരുത് രണ്ടുപേരും. എനിക്ക് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കരേശൻ. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയർ നോക്കൗട്ട് റൗണ്ടിൽ 2 പേർ പാടി തകർത്തു. അതിൽ നേരിയ വ്യത്യാസത്തിൽ ശിവാനിക്കുട്ടി നമ്മളെ വിട്ട് പിരിയാണ്. ഭാവന ഇൻ. ശിവാനി, എന്താ ചേച്ചി ആദ്യം പറഞ്ഞേ? ശിവാനിയുടെ അമ്മ ചേച്ചി, അറിയാം ഇത് ഈ ഒരു വേദി വരെ എത്തി തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല കുഞ്ഞ് 8 വയസ്സല്ലേ ഉള്ളൂ ഇപ്പോൾ. ഇനി ഒരുപാട് ഇതുണ്ട് പാടാൻ. മിടുക്കി ചക്കര നല്ല പാട്ടുകാരിയായിട്ട് വരും കേട്ടോ. ഏറ്റവും പ്രധാനം ദൈവാദിനം. അവിടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും അറിയാം, മോനെ ഓഡിഷന് കൊണ്ടുവന്നതാണ്. അവന് മോളെ അപേക്ഷിച്ച് നല്ല ടാലൻറ്റാണ്. പക്ഷേ അവന് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടി. പിന്നെ ഈ 14-15 പാട്ടോളം പാടി, അത് തന്നെ വലിയ കാര്യം. ചിത്ര ചേച്ചിയൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. എന്നിട്ട് അതിനൊരു വേദിയായതുപോലും ഈ മഴവിൽ മനോരമയുടെ ഇന്ത്യൻ വോയിസ് ജൂനിയറാണ്. അത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുക. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ഒരുപാട് പ്രോത്സാഹനമാണ്. കാര്യം ഞങ്ങൾ പോലും അറിയാതാണ് ഫ്ലെക്സൊക്കെ വെക്കുന്നത്. ആദ്യം സ്കൂളിൽ നിന്ന് കുറച്ച് ഫ്ലെക്സ് വെച്ച്, പിന്നെ ഫ്ലെക്സ് അടിച്ചെടുത്ത് തന്നെ ഓരോ കടകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും ഒക്കെ ആളുകൾ ചെന്ന് ഫ്ലെക്സ് വെച്ച് ഏതാണ്ട് ഒരു 10-40 ഫ്ലെക്സോളം എല്ലായിടവും വെച്ചിരിക്കുകയാണ്. അവരെല്ലാം പറയുന്നത് ചിത്ര ചേച്ചിയുടെ പെറ്റാണ് അവൾ, ശരത്സാറിൻ്റെ പെറ്റാണ്. അങ്ങനെയുള്ള ഒരു കാര്യം. അല്ലാതെ ഈ ഇത്രയും ഔട്ടായ കൊച്ചുങ്ങളെ അപേക്ഷിച്ച് ചിലപ്പോൾ കഴിവ് കുറവാണ് ശിവാനിക്ക്, അതെനിക്കറിയാം. പക്ഷേ ഇന്നലെ ഭാവനയാണ് കൂടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുതലേ ശിവാനി കരയാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നത് തന്നെ, നേരത്തെ ഔട്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിലും സങ്കടമല്ല. പിന്നെ ഇങ്ങനൊരു വേദി വിട്ട് പോകുമ്പം ആർക്കും ഉണ്ടാകുന്നൊരു സങ്കടം. ഇന്നലെ എന്നോട് പറഞ്ഞ അമ്മ, ഇന്ന് ഞാൻ ഔട്ടാവുകയാണെങ്കിൽ ലിനു അങ്കിളിനോട് പറഞ്ഞൊരു ഡപ്പാങ്കൂത്തിട്ട് ഇവിടെ ഡാൻസ് കളിക്കുമെന്ന്. പിന്നെ മേക്കപ്പിലെ ആളുകൾ, കാറ്ററിംഗുകാർ പോലും അവളുമായിട്ട് അത്ര അടുപ്പമാണ്. ഓർക്കസ്ട്ര ചേട്ടന്മാർ, എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഏറ്റവും പ്രധാനം ഇവിടുത്തെ പേരൻസ്. കാര്യം അവൾ വണ്ടിയിൽ കയറിയാൽ പോലും എൻ്റെ അടുത്തല്ലിരിക്കുന്നത്, ജാസിമിൻ്റെ ഓപ്പ. ഇവിടുത്തെ പേരൻസ് എല്ലാവരുമായിട്ടും എന്നോടുള്ള അതേ ഒരു അറ്റാച്ച്മെൻറ്റാണ് എല്ലാവരോടും. പിന്നെ ഫ്രണ്ട്സ്, സ്വരാജുമായിട്ട് വഴക്കിട്ടാലും പോകാൻ നേരം ചക്കരയെ ടാറ്റ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. ശിവാനി മോളു, ശിവാനിക്കുട്ടി ഒന്ന് നോക്കൂ. അതായത് മോളുടെ ഫ്ലെക്സ് ഇവിടെ 40 ഫ്ലെക്സുകളും ഉണ്ടെന്നാണ് പറയണേ. അതൊക്കെ വേറെ ഏതെങ്കിലും കുട്ടികൾക്കുണ്ടോ? മോളുടെ സ്കൂളിൽ പഠിക്കുന്ന വേറെ ഏതെങ്കിലും കുട്ടിക്ക് അങ്ങനത്തെ ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇപ്പം മോളെ എല്ലാവർക്കും തിരിച്ചറിയാം. ഈ കൊച്ചു പ്രായത്തിൽ മോൾക്ക് എന്ത് പേരാണ് ഉണ്ടായത്? ചക്കരേ. അതൊന്നും കരയരുത്, നല്ല കുട്ടിയല്ലേ.
ഗോപിക, ഗോപികേ എണീച്ച, എണീക്ക്, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പൊയ്ക്ക, കൊച്ചിൻ്റെ അടുത്തിട്ട് പോ. ശിവാനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചിയാണ് ഗോപിക ചേച്ചി. അത് അന്നേരം കാണുന്നവരെ പറയും, ഇടയ്ക്ക് സ്വാതിയെ എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വാതി സ്വരാജ് വഴക്കിടുമെങ്കിലും സ്വരാജിനെ ജീവനാ. ശ്രീഗൗരി ഇപ്പം ഭാവന ഈ എതിരായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എപ്പോഴും ഭാവനയുടെ പേരും പറഞ്ഞാണ് അടി. സ്വരാജ് എല്ലാവരും, റിയ, പിന്നെ മോഹൻ എടുത്തോണ്ട് നടക്കുവാണ്. റൂമിൽ ചെന്നാലും മോഹൻ എടുത്തോണ്ട് നടക്കണം. ഒരു ദിവസം എടുത്തില്ലെങ്കിൽ പറയും എന്നെ ഇഷ്ടമല്ല, മോഹൻ ചേട്ടൻ എന്നോട് ഇപ്പം ഇഷ്ടമില്ലെന്ന്. മോഹൻ അങ്ങനെയാണ്, ഇന്നലെ എന്നെ എടുത്തോണ്ട് നടക്കാൻ. മക്കളെ ഡപ്പാങ്കൊത്ത് വരട്ടെ, ഇടും. ശിവാനി കളിക്കും. കളിക്കും. ശിവാനി, ഭാവന ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലു. പിഞ്ചു മനസ്സിൻ സംഗീതം എങ്ങും നിറഞ്ഞിതാ തെളിനീരായി വളരട്ടെ ഈ മണ്ണിൽ കുരുന്നുകൾ. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൽ നോക്കൌട്ട് റൗണ്ട് മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ഈ വേദിയിലെത്തുന്നത് ആരൊക്കെയാണ് ചേച്ചി? അടുത്തതായിട്ട് വളരെ നമ്മുടെ കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൻ്റെ ശക്തരായിട്ടുള്ള 2 സിംഗേഴ്സാണ്, മത്സരാർത്ഥികളാണ്. ശരിക്കും എന്താ പറയുക, അപ്പം തന്നെ നമ്മൾ ഇവരൊക്കെ എങ്ങനെ ഡേഞ്ചർ സോണിൽ വന്നു എന്ന് ഞാൻ തന്നെ അതിശയിച്ച് പോയൊരു നോക്കൗട്ട് സോണിൽ അവരെങ്ങനെ വന്നു എന്ന് ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട്. മോഹൻ, വൈഷ്ണവ്. വൈഷ്ണവ്, മോഹൻ, നിങ്ങൾ തമ്മിൽ മത്സരിക്കാൻ പോവാണ്. ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല? ഇല്ലല്ലോ. രണ്ടുപേരും ചിരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചേച്ചി ഇങ്ങനെ വേണം, എല്ലാം കൂളായിട്ട് എടുക്കണം കേട്ടോ. എന്നാലും പാടുമ്പം 100% അതിനോട് നീതി പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും മാക്സിമം നന്നായി പാടാനായിട്ട് രണ്ടുപേരും ശ്രമിക്കണം. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. മക്കളെ, നിങ്ങൾ ഈ കഴിഞ്ഞ റൗണ്ടുകളൊക്കെ എങ്ങനെ പാടി എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടല്ലോ. അതിനുള്ള പ്രായമൊക്കെ ആയി. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ലിസ്റ്റിൽ ചേർത്തിട്ടില്ല. തടിയന്മാരുടെ ലിസ്റ്റിൽ നീയും, തടിയില്ലാത്തവരുടെ ലിസ്റ്റിൽ ഈ ചെക്കനുണ്ട്. ഞാൻ നിങ്ങളത് കൂളാക്കാൻ പറഞ്ഞ മക്കളെ, അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു, അവരെടുത്ത് പറയുന്നത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിയുണ്ട്, അറിവുണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരിയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പം എന്താ പറയണ്ടേ, ഈ ഒരു നോക്കൗട്ട് സോണിലെ മത്സരമാണ്. അപ്പോൾ അത് ആ ഒരു സ്പിരിറ്റോടെ പാടുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. അയലത്തുകാരൻ എന്തോ ചെയ്യുന്നെന്നുള്ള കാര്യത്തിനെ പറ്റി, അപ്പുറത്തുള്ള ഹെൻറി പഴം വാങ്ങിച്ചോ എന്നാൽ നമ്മുടെ വീട്ടിൽ 3 പഴം എക്സ്ട്രാ മേടിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കാര്യമില്ല. അവരെന്ത് വേണം ചെയ്ത്, നമ്മുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത് 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇവരിൽ ആര്